Hi traders, welcome back to Market Waves. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സാങ്കേതിക തകരാറുകളാൽ പോയ രണ്ടാഴ്ചയായി നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എല്ലാവരും സാദരം ക്ഷമിക്കുക, സഹകരിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ 21,571 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഈ ആഴ്ച ഓപ്പൺ ചെയ്തത് ഒരു 145 പോയിന്റിന്റെ പ്ലസോടുകൂടി ഗ്യാപ്പ് അപ്പോടുകൂടി 21,716 എന്ന ലെവലിലായിരുന്നു. അതിനുശേഷം 21,137 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്ത് ഏതാണ്ട് 613 പോയിന്റിന്റെ മൂവ്മെന്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് 219 പോയിന്റ് മൈനസിൽ 21,352 ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം മൂവ്മെന്റ് രേഖപ്പെടുത്തിയ ഈ ആഴ്ചത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന ആഴ്ചത്തേക്ക് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചേക്കാം എൻ്റെ ട്രേഡിംഗ് പ്ലാനാണ്. അത് നിങ്ങൾക്കും പ്രയോജനകരമാകുന്നുവെങ്കിൽ എനിക്ക് സന്തോഷം. നിങ്ങൾ ഇത് പഠന ആവശ്യത്തിലേക്കായി ഉപയോഗിക്കണം. ട്രേഡ് ചെയ്യുമ്പോൾ റിസ്കുകൾ നിങ്ങളുടേത് മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്ലാനിലോട്ട് പോകാം. 21,483 എന്ന ലെവലിൽ ഗ്രീൻ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. അതുപോലെ തന്നെ 21,246 എന്ന ലെവലിൽ റെഡ് ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. 21,457, 21,279 എന്ന ലെവലുകളിലായി ബ്ലാക്ക് ലൈനുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിലുള്ള ഓപ്പണിംഗ് സാധാരണയായി ഞാൻ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്നാണ് കൺസിഡർ ചെയ്യാറ്. അപ്പോൾ തിങ്കളാഴ്ച നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിലായി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ, ഈ ഏരിയയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമുകളിൽ ആദ്യത്തെ സമയം ഒരു കാമണിക്കൂർ അരമണിക്കൂറിനിടയിലുള്ള ചെറിയ ക്യാൻഡിൽ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിലുകൾ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നമുക്ക് തരുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം ഹൈ ഓർ പ്രധാനമായും 21,483 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 21,346 എന്ന ലെവലാണ്. അവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് ഒരു വേള നിഫ്റ്റി വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്തേക്കാം. എങ്കിലും പുതിയ ഉയരം തരാതെ വീണ്ടും ഒരു സെല്ലിംഗ് പാറ്റേൺ ആണ് നമ്മൾക്ക് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നുവെങ്കിൽ വീണ്ടും സെല്ലിംഗ് തന്നെ തിരഞ്ഞെടുത്ത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഉയരം ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അഥവാ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 21,279 എന്ന ബ്ലാക്ക് ലെവലാണ്, ബ്ലാക്ക് ലൈനിൽ ഇട്ടിരിക്കുന്ന ലെവലാണ്. അവിടെ നിന്നും ടാർഗറ്റ് കവർ ചെയ്ത് ഈ റെഡ് ലൈൻ 21,246 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ഉണ്ടെങ്കിൽ അതിനടിയിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും ഏകദേശം ഈ ലൈൻ കട്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ, ഈ ലെവൽ 21,223 എന്ന ലെവൽ കട്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അത് ഒരുപക്ഷെ ഉടനെ കിട്ടുന്ന ഒരു അപ്വേർഡ് മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ ആയേക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ ഡൗൺവേർഡ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നത് 21,183, 137 എന്ന ലോ. ആ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം തുടർന്ന് ഡൗൺവേർഡ് 21,070, 21,028 എന്നീ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കും. ഇനി ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഈ റെഡ് ലൈനിന് താഴെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന 21,246 എന്ന ലെവലിന് താഴെ നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് പ്രധാനമായും അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ 21,246, 276 എന്നിവ ഏതെങ്കിലും സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതേസമയം ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ അതുവരെ നൽകിയല്ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ ഒരു ഗ്യാപ്പ് ഡൗൺ തരുന്ന പക്ഷം ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 21,246 എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന് കണക്കാക്കുന്ന റെഡ് ലൈൻ തന്നെയാണ്. തുടർന്ന് 279 എന്ന ബ്ലാക്ക് ലൈൻ എന്നിവ പ്രതീക്ഷിക്കും. ഇനി നാളെ ഒരു
ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഈ ഏരിയയിൽ, അതായത് ഈ ബ്ലാക്ക് ലൈനിനോട് അടുത്ത് ഏരിയയിലാണ് നൽകുന്നതെങ്കിൽ, ആദ്യത്തെ ഒരു കാമണിക്കൂർ അരമണിക്കൂറിനിടയിലുള്ള സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ, അതുവരെ നൽകിയ ലോ പ്രധാനമായും 24,246 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴും ആദ്യമായി ലഭിക്കേണ്ടത് ഈ ഉയരമാണ്, അതായത് 24,405 എന്ന ലെവൽ. അതിന് മുകളിൽ കിടക്കുകയാണെങ്കിൽ 24,457 എന്ന ലെവലാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. ഈ ഏരിയയിൽ നിന്നും ഈ ഗ്രീൻ ലൈനിന് മുകളിൽ 21,483 എന്ന ലെവലിന് മുകളിൽ കടന്ന് ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പ്രൈസ് ടേൺ ചെയ്തു എന്ന് കണക്കാക്കുകയുള്ളൂ. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം തുടർന്ന് കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ, പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ, അതുവരെ നൽകിയ ലോ, ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ആദ്യമായി പ്രതീക്ഷിക്കുന്നത് അതുവരെ നൽകിയ ഉയരമാണ്. തുടർന്ന് 21,547 എന്ന ലെവൽ പ്രതീക്ഷിക്കുന്നു. പിന്നീട് 24,571 മുകളിൽ പ്രൈസ് കടക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ ഉടനെ കിട്ടുന്ന ഡിക്ലൈനിൽ വീണ്ടും ജോയിൻ ചെയ്യാം. ഇതാണ് തിങ്കളാഴ്ചത്തേക്ക്, നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന നിഫ്റ്റിയുടെ ട്രേഡിംഗ് പ്ലാന്. തുടർന്ന് അങ്ങോട്ടേക്ക് അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണെങ്കിൽ വൺ ഡേ ഈ 21,483 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഡിക്ലൈനുകൾ ഈ സ്റ്റോപ്പ് ലോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ഒരു ഡയറക്ഷൻ, അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ കാണുകയാണെങ്കിൽ വീണ്ടും ബൈയിങ് ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്ത്, അതായത് ഒരു CE ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ നൽകിയ ലോയോ പ്രധാനമായും ഈ ലെവൽ 24,246 സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ ഓരോന്നായി പ്രതീക്ഷിച്ചേക്കാം. 21,723 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഇങ്ങനെ പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതിനും തിങ്കളാഴ്ച പ്രൈസ് ഈ ഗ്രീൻ ലൈനിനും റെഡ് ലൈനിനും ഇടയിൽ എങ്ങോട്ടേക്കാണ് ക്ലോസ് ആവുന്നത്, ഹവർലി ചാർട്ടിലോ ഡേയിലോ ക്ലോസിംഗ് നൽകുന്നത് എന്നതിനെ അപേക്ഷിച്ച് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലാണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അഥവാ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ പ്രൈസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതേ ഡയറക്ഷനിൽ അപ്വേർഡ് ഡയറക്ഷനിൽ വീണ്ടും ഡിക്ലൈൻ കിട്ടുമ്പോൾ ട്രേഡ് ചെയ്യാം എന്നതാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. അങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ടാർഗറ്റുകൾ ഓരോന്നോരോന്നായാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം ഓരോ ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻ്റ് സോണുകളാണ്. ബൈ ചെയ്യുമ്പോൾ ടാർഗറ്റായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് റെസിസ്റ്റൻസ് സോണാണ്. മറിച്ച് ഡൗൺവേർഡ് ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ ടാർഗറ്റായി പ്രതീക്ഷിക്കുക സപ്പോർട്ട് സോണുകളാണ്. ഇങ്ങനെ ഈ 21,246 എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് 1 അവർ 1 ഡേ ഒക്കെ ക്ലോസ് ചെയ്യുമ്പോൾ പിന്നീട് കിട്ടുന്ന ഉയർച്ചയിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 5-15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ സൂചിപ്പിക്കുമ്പോൾ, പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു സെല്ലിംഗ് ഇൻഡിക്കേഷൻ നൽകുമ്പോൾ അതുവരെ നൽകിയ ഉയരമോ തൊട്ടു മുകളിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസ് സോണുകളോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ ഓരോന്നായി സ്ക്രീനിൽ ചേർത്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു പ്ലാൻ തയ്യാറാക്കണം. ഓക്കെ, നമ്മൾക്ക് അപ്പോൾ അടുത്തയാഴ്ച ബാങ്ക് നിഫ്റ്റിയിൽ എന്ത് സംഭവിക്കും എന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ ആഴ്ച 46,058 ക്ലോസ് ചെയ്ത ബാങ്ക് നിഫ്റ്റി പോയ ആഴ്ചയിൽ ഓപ്പൺ ചെയ്തത് ഒരു 437 പോയിന്റ് പ്ലസോടുകൂടി 46,495 എന്ന ലെവലായിരുന്നു. അതിനുശേഷം ലോ രേഖപ്പെടുത്തിയത് 44,429 എന്ന ലെവൽ വരെയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 2,150 പോയിന്റിൽ അധികമായിരുന്നു. ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചത്തെ തൊട്ട് മുമ്പത്തെ ആഴ്ചത്തെ അപേക്ഷിച്ച് ഒരു 1,192 പോയിന്റ് മൈനസോടുകൂടി 44,866 എന്ന ലെവലിലായിരുന്നു. അപ്പോൾ ഇത്രയധികം മൂവ്മെന്റ് തന്ന ഈ ആഴ്ചയിലെ പ്രൈസ് ആക്ഷനെ കണക്കാക്കിക്കൊണ്ട് നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 45,486 എന്ന ലെവലാണ്.
അതിവിടെ ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല്. അതുപോലെ തന്നെ 44,428 എന്ന ലെവൽ റെഡ് ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ 45,334, 44,544 എന്ന ലെവലുകൾ ബ്ലാക്ക് ലൈനുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏരിയയിലുള്ള ഒരു ഓപ്പണിങ്ങിനെ ഞാൻ പൊതുവായി കണക്കാക്കുക ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്നാണ്. എങ്കിലും നാളെ പ്രൈസ് ഓപ്പൺ ആകുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയി ഈ ഏരിയയിൽ തരികയാണെങ്കിൽ 44,652, 544 എന്ന ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് അവിടുന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 5-15 മിനിറ്റുകളിലോ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നുവെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും 44,428 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് ഈ റെഡ് ലൈൻ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 45,149 എന്ന ലെവലാണ്. തുടർന്ന് ഇതിനു മുകളിൽ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും 45,334 എന്ന ലെവൽ ആണ് പ്രതീക്ഷിക്കുക. എങ്കിലും ഇവിടെ നിന്നും വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ പ്രധാനമായും ഞാൻ കണക്കാക്കാവുന്ന ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് 45,486 എന്ന ഗ്രീൻ ലൈൻ തന്നെയാണ്. അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല്. ആ ഏരിയയ്ക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ തുടർന്ന് കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അതുവരെയുള്ള ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുമ്പോൾ അവിടെ ഒരു കോൾ ഓപ്ഷൻ വീണ്ടും വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ ലഭിച്ച ഉയരമാണ്. അതിനു മുകളിൽ വീണ്ടും പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ 45,644, 45,949 എന്നിങ്ങനെ മുകളിലോട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ടാർഗറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കും. ഇവിടെ തിക്ക് ലൈനായി രേഖപ്പെടുത്തിയിരിക്കുന്ന ബ്ലൂ കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിക്ക് ലൈനുകൾ പ്രധാന റെസിസ്റ്റന്റ് സോൺ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവയാണ്. അതിനടുത്തോട്ട് പ്രൈസ് എത്തുമ്പോൾ തന്നെ ഞാനൊരു ട്രേഡിലുണ്ടെങ്കിൽ സ്വാഭാവികമായും എൻ്റെ ടാർഗറ്റ് കവർ ചെയ്യാറുണ്ട്. അതിനുശേഷം ആ ഏരിയ കവർ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, പ്രൈസ് അവിടെ എന്താണ് നമുക്ക് നൽകുന്ന ഇൻഡിക്കേഷൻ എന്ന് പരിശോധിച്ചതിന് ശേഷമേ തുടർന്നുള്ള ട്രേഡുകളിൽ പ്രവേശിക്കുകയുള്ളൂ. ഇനി ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് എന്നതിന് മുകളിൽ ഒരു ഹൈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് നൽകുന്നതെങ്കിൽ ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂറിനിടയിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 5-15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഒരു ഇൻഡിക്കേഷൻ അത് അപ്വേർഡ് മൂവ്മെന്റ് തന്നെയാണോ ഡൗൺവേർഡ് സെല്ലിംഗ് ഡയറക്ഷൻ ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം അപ്വേർഡ് മൂവ്മെന്റ് ആണെങ്കിൽ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് കൃത്യമായും അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ആദ്യം പ്രതീക്ഷിക്കുക അതുവരെ നൽകിയ ഉയരം തന്നെയാണ് ടാർഗറ്റായി പ്രതീക്ഷിക്കുക. തുടർന്ന് അതിനു മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റന്റ് സോൺ എന്ന് പറയുന്ന 45,949, 46,344 എന്നിങ്ങനെ ഇവിടെ ചാർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകളാണ്. ഇനി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് 44,428 എന്ന റെഡ് ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിന് താഴെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ അവിടെയും ഈ പറഞ്ഞ ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂറിനിടയിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 5-15 എന്നീ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഇൻഡിക്കേഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ആണെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ തൊട്ടു താഴെയുള്ള സപ്പോർട്ട് ലൈൻ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 44,428 എന്ന് പറയുന്ന റെഡ് ലൈൻ തന്നെയാണ്. അഥവാ ഇനി ഇവിടെ ഒരു ഹൈ ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ താഴോട്ടുള്ള ഈ ലൈനുകളാണ്. അതായത് താഴോട്ട് വരുമ്പോൾ സെല്ല് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും സപ്പോർട്ട് സോണുകളാണ് ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുക. അങ്ങനെ ഞാൻ കരുതുന്ന നെക്സ്റ്റ് വീക്കിലേക്ക് ടെസ്റ്റ് ചെയ്തേക്കാം. ഇത്തരത്തിൽ 44,428 എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു മണിക്കൂർ ക്യാൻഡിൽ ഓർ 1 ഡേ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺവേർഡ് ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്ന സപ്പോർട്ടുകളാണ് ഈ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ടാർഗറ്റുകൾ. ഈ സപ്പോർട്ടുകളിലേക്ക് ടാർഗറ്റുകൾ പ്രതീക്ഷിച്ചേക്കാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും
ഒരു ട്രേഡിംഗ് പ്ലാൻ ട്രേഡിൽ എൻ്റർ ആവുന്നതിന് മുമ്പ് തന്നെ നേരത്തെ കാലേ കൂട്ടി തന്നെ ഇതേപോലെ തയ്യാർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകളിൽ പ്രൈസ് എന്ത് ഇൻഡിക്കേഷൻ ആണ് നമുക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. അതല്ല ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ തൊട്ട് മുകളിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായും കണക്കാക്കിക്കൊണ്ട് വീണ്ടും സെല്ലിംഗ് ഏർപ്പെടുക, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഇത് ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇത് പ്രയോജനകരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് വാരം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി. താങ്ക് യു.